വെള്ളം കിടക്കണം. സിന്ധു മാത്രം വെള്ളം കെട്ടിക്കിടക്കണം. വെള്ളം കെട്ടിക്കിടക്കണം. പിന്നെ മാറ്റാം. അച്ഛാ ശരിക്കും ആഹാരം കഴിക്കില്ലെന്ന് പറഞ്ഞുള്ളത് തന്നെ. എനിക്ക് വേണ്ടാത്തതല്ലേ ഞാൻ കഴിക്കാത്തത്. 2 ദിവസവും 2 ദിവസം വിശപ്പില്ല മക്കളെ. ആശുപത്രി വല്ലതും പോണോ? ഏയ് ആശുപത്രിയിലൊന്നും പോണ്ട. വയസ്സായതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. വയസ്സായതല്ലേ. ആര് പറഞ്ഞ അപ്പൂന് വയസ്സായെന്ന്? അപ്പൊ ഇപ്പൊ യങ്ങല്ലേ അല്ലേ? പിന്നല്ലാതെ. അപ്പൊ ഇപ്പൊ അല്ല ഫ്രീക്ക് ബോയാണ്. അതല്ലേ ഡയറി ഒക്കെ എഴുതണേ. ആ ഇവക്ക് വീണ്ടും തുടങ്ങി ഡയറി. നിനക്ക് എപ്പോഴും ഡയറി ഡയറി എന്നുള്ള ചിന്തയുള്ളാടി. ഉള്ളത് തന്നെ ഒരു എഴുത്ത് തന്നെ. ഞാൻ ഒന്നും എഴുതണമൊന്നുമില്ല. പിന്നെ അതൊന്ന് കാണിച്ചോട്. ഇതിന് അതിലൊന്നും ഇല്ലല്ലോ. പിന്നെ ആ ഡയറി ഇത്തിരി അവ കാണിച്ചോട്. ഓഹോ ഡയറി ഞാൻ നിനക്ക് കാണിച്ചു തരണോ? ഇപ്പൊ സൗകര്യപ്പെടൂല. കണ്ട 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 നിന്ന് പെരുങ്ങട കണ്ട. എന്ത് അപ്പൊ എന്തോ ഉണ്ട് അതിനകത്ത്? ആ ഉണ്ട്. പാടി എന്റെ ജോലിയായി. അച്ഛനത്തൊന്നും ഇല്ലെങ്കിൽ ആ ഇത്തിരി കാണിച്ചു തുടങ്ങിയപ്പോ എന്ത്? ഓഹോ ഒന്നും ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണോ? ഇവിടെ ബാധ്യപ്പെടുത്തണോ? ബാധ്യപ്പെടുത്തണ്ട. എന്റെ ഭർത്താവിലെ കണക്കൊക്കെ ഞാൻ എഴുതിയിട്ടാക്കിയാണ്. അല്ല വേറെ ഒന്നുമല്ല. അതങ്ങ് കാണിച്ചോടൂ. ബാധ്യപ്പെടുത്താൻ പറ്റൂല. പോകണ്ട ജോലിയായി. പാടി ഡയറിയും കുത്തി പോയിക്കെ കൊണ്ട് വന്നേക്കുന്നു. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യോഗട്ടിലേക്ക് കുറച്ച് ഒരു 2000 രൂപ താ മകളെ. 2000 രൂപ എന്തിനു മാമ? ഒരു പുതിയ വണ്ടി വന്നപ്പോ അതിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ഓ ഇത് മക്കളെ അല്ല മാമൻ ഡയറി ഒക്കെ എഴുതുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഡയറി ഒന്നും ഞാൻ എഴുതുന്നില്ല. പോ മാമ. എന്തൊരു മാമൻ രഹസ്യമായിട്ട് ഡയറി എഴുതുന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇല്ല എന്റെ പൊന്നു മക്കളെ ഞാൻ ഒരു വക അതിൽ എഴുതുന്നില്ല. എന്തേ മാമൻ? ഞാൻ ഒരു വക ഡയറിയിൽ എഴുതുന്നില്ല. എഴുതുന്നില്ലേ? ഇല്ല. അങ്ങനല്ലല്ല പറഞ്ഞത്. പിന്നെ എനിക്ക് കാണിച്ചു തരുമോ? ഓ നിങ്ങൾ കാണണോ? കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഓ അപ്പൊ അതിന്റെ അകത്ത് എന്നെ പറ്റി ഒന്നും എഴുതിയിട്ടില്ലെന്ന് കാണിക്കാനായിരിക്കും അല്ലേ? അല്ല മക്കളെ അതിനകത്തൊന്നുമില്ല. എന്റെ ജീവനും കുറെ ഓർമ്മകളും ഉണ്ട്. മാമ എന്തോന്ന് മാമ പറയണേ? അതിന്റെ അകത്തൊന്നുമില്ല എന്റെ ജീവനും ഓർമ്മകളുണ്ടെന്നോ? എനിക്കൊന്നും മനസ്സിലാവണമെന്നില്ല. ഞാൻ മരിക്കുമ്പം നിങ്ങളത് മനസ്സിലാക്കും. ചേടാ മാമ ഇങ്ങനെയൊക്കെ പറയണ എന്തിനാ? മക്കളൊരു കാര്യം ചെയ്യും. കാശ് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോവാ. ഞാൻ അവിടെ ഇരിക്കും. മനസ്സിലായോ? ഞെട്ടിപ്പോയല്ലോ. എന്തോന്നു? 2000 രൂപ വെച്ചു. അതാ ചോദിച്ചത്. വേറെ ഒന്നും പറഞ്ഞില്ലേ? വേറെ പിന്നെ എന്തൊക്കെയാ എന്റെ അടുത്ത് 2-3 കാര്യങ്ങളും പറഞ്ഞു. ഡയറി ഒന്നുമില്ല, ഓർമ്മകളും ജീവനും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രസംഗിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ മരിക്കുമ്പോ മനസ്സിലാവുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത്? ഡയറിക്കുള്ളിലെ ഓർമ്മകളും ജീവിതവും. ഏതോ സിനിമയിൽ ഡയലോഗ് അടിച്ചിട്ട് പോയി. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എന്തോ ഉണ്ട് അതിനകത്ത്. പെണ്ണ് ഇതിൽ തന്നെ തോന്നി നിൽക്കാണ്. ഉണ്ട് അതിനകത്ത് ഉണ്ട്. അവളെ അച്ഛൻ രവിയണ്ണന്റെ തല. എന്റെ അണ്ണനെ പറഞ്ഞോ? എന്റെ തെറ്റാ, എന്റെ തെറ്റ്. അപ്പച്ചി എന്തോ ഉണ്ട് അപ്പച്ചി. എന്റെ അച്ഛനെ തലക്കകത്ത? അതല്ല, പിന്നെ ടയറിക്കകത്ത്. പോയോ അങ്ങോട്ട് ചുമ്മാ. ഞാൻ പോയിക്കോളാം. എന്നാലും ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകൂല. എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണ്. ഇതിനകത്ത് സ്പൂൺ ഇവിടെ കേട്ടോ. ഇങ്ങനെ തട്ടിയാ പോരെ? എന്റെ ദേഹത്തോട് എത്ര ആകല്ലേ. അതെല്ലാം പോട്ട് ഇപ്രാവശ്യത്തെ വാടക പൈസ ഇവിടെ. കേട്ടാ കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വന്നോണ്ടിരുന്നാണേ. ഈ മാസം എന്താ ഡിലേ വരും. ഈ മാസം എനിക്ക് വേണമായിരുന്നല്ലോ. ഭയങ്കര ചുമ കേട്ടോ. മരുന്ന് വാങ്ങിയാണ്ട് പൈസ തരൂ. മരുന്ന് വാങ്ങിക്കോ? ഒരു 6000 രൂപ. 6000 രൂപ? ഞാൻ പറഞ്ഞില്ലേ വാടക കിട്ടിയില്ലെന്ന്. കിട്ടൂല, എനിക്കറിയാം. സത്യമായിട്ട് കിട്ടിയില്ലെന്ന്. കിട്ടിയില്ലെന്ന് ഞാൻ നിന്ന് പോയിട്ടേ കൈയോടെ അങ്ങ് വാങ്ങിക്കട്ടാ. വേണ്ട കേട്ടാ, ചേട്ടന്റെ കൈക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല ചിന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വാടക നേരെ പകുതിയെ പിന്നെ എന്റെ കയ്യിൽ കിട്ടുള്ളൂ. എന്തിനു വെറുതെ?
അല്ല എനിക്ക് ഒരു 3000 4000 മതി. മാമനെ എനിക്ക് 2000 രൂപ തരാനുണ്ട്. അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ 2000 തരാം. അങ്ങനെയാണെങ്കിൽ ബാക്കി 2000 അതപ്പം തരും. അല്ല എനിക്ക് 4000 രൂപ ആവശ്യമാണ്. 4000 രൂപയോ? 2000 രൂപ ഞാൻ അച്ഛൻ്റെ വാങ്ങിച്ചോളാം. വേണ്ട. എന്ത് ചേട്ടൻ ചോദിക്കണ്ട. ഞാനും മാമനും തമ്മിലുള്ള ഡീലിങ്സ് ആണ്. മാമ എന്നെ ഏൽപ്പിച്ചോളൂ. അപ്പൊ ഞാൻ ചേട്ടൻ തരാം. ഇപ്പൊ എനിക്കിപ്പോ 4000 രൂപ അതാര് തരും? ചേട്ടാ എന്തൊരു കഷ്ടം ചേട്ടാ. 2000 രൂപ അതല്ലേ അവരെ മാമ തന്നാലേ തരാൻ പറ്റുള്ളൂ. കിട്ടി 2000 രൂപ. ഡയറി കിട്ടി. പിന്നെ നീ അത് ഇതുവരെ കളഞ്ഞില്ലേ? അതങ്ങനെ കളയാൻ പറ്റും? ഞാനേ തോണ്ടേ ചുമ്മാ വെള്ളത്തെന്ന് പറ. അടുത്തോളൂ. ചുമ്മാ അനാവശ്യമായിട്ട് പൈസ കളഞ്ഞോ? ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കോളൂ. അല്ല നീ നിന്റെ ആരോഗ്യം മൊത്തം അതിൽ കടിച്ചു പഠിച്ചു എടുത്തല്ല നീ. ഞാൻ പറയണോന്ന് കേട്ടോ. എന്തൊക്കെ വേണം പിങ്കി? ഞാൻ അവിടെ ചെന്ന് അപ്പുവിനെ നോക്കിയപ്പോഴേ അപ്പു ഡയറി നോക്കിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഇരിക്കണ ബാക്കി പറയാടി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മറ്റേ ബി നിലവറ ഉണ്ടല്ലോ. ഇവള് എന്ത് ഷോർട്ടായിട്ട് പറയാ. എനിക്ക് കക്കൂസ് പോകാൻ മുട്ടുണ്ട്. മറ്റേ ബി നിലവറയില്ലേ നമ്മൾ പൈസയൊക്കെ എടുത്തേ, അതിനകത്ത് ഇത് ഒളിപ്പിച്ചു. ഇപ്പൊ അപ്പു പുറത്തു പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ സാധനം എടുക്കാം. വേണോടി? വേണം. വാ. ആളുകൾ ഇല്ലേ? ഇല്ല. പക്ഷെ ഞാൻ അവിടെ വരുമ്പോഴേ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ വല്ല സ്പാനർ മാറി എന്റെ തല അടിക്കും. നീ രണ്ടും ചറവും. എനിക്കറിയാം. എന്നാ പെട്ടെന്ന് വാ. പറഞ്ഞതിന് മുമ്പ് നമുക്ക് എടുക്കാം. എന്നാ പെട്ടെന്ന് വരാൻ അടി വാങ്ങിക്കാനാ? അല്ല, അപ്പു പറഞ്ഞതിന് മുമ്പ് സാധനം എടുക്കാം. വാ. വാടി, എനിക്ക് ചെറിയ ത്രില്ലൊക്കെ ഉണ്ട്. നീ വേണ്ട, പിന്നെ എടുക്കാം. വാ. എങ്ങനെ വാടി. പടി ഇതിനകത്തൊന്നും ഇല്ല. അവളെ തപ്പിയെടുത്ത വലിയ നീതി. അങ്ങനെ വരെ വഴിയില്ലല്ലോ. ഞാൻ വിചാരിച്ച എന്തോ ഉണ്ടോ ഇതിനകത്ത്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവള് പറഞ്ഞ കേട്ടോണ്ട് ഇറങ്ങി തിരിക്കുമ്പോഴേ ആലോചിക്കണം എന്തെങ്കിലും. കൊലയില്ല ഓടി വിടും ചുമ്മാ ഡാഡിന് ഫോട്ടോ. നീ പിങ്കി അമ്മയുടെ ഫോട്ടോ. എന്റെ ജീവൻ കുറെ ഓർമ്മകളുമുണ്ട്. നിന്റെ അമ്മയുടെ ഫോട്ടോ. നീ പറയണ ഓരോന്നും കേട്ടോണ്ട് വെറുതെ ആ മാമനെയും സംശയിച്ച്. അതിന് ഞാൻ അറിഞ്ഞില്ലത് അമ്മൂമ്മയുടെ ഫോട്ടോ ആയിരിക്കും. ചേട്ടാ ഫോട്ടോ ഇനിയിപ്പോ അങ്ങനെ ആലോചിച്ചങ്ങ് വിഷമിക്കണ്ട. വീട് പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടാ ചിന്നു. പാവം സൂക്ഷിച്ചിരിക്കണ കേട്ടോ. ഫോട്ടോ മനസ്സിലാവാനിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് നമുക്ക് എടുക്കണ്ടായിരുന്നടി. നമുക്ക് പിന്നെ നീ അങ്ങ് തിരിച്ച് എനിക്ക് ഇവിടെ മറക്കാൻ പറ്റുമോ മക്കളെ? ഫോട്ടോ. ഇനി കള്ളി നീ തപ്പിയെടുത്തൊക്കെ